ശ്രീമതി വീണ, കേരളത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നത് നമ്മളെ ഈ സാധാരണ ജീവിതം നയിക്കുന്ന സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവിശ്വസനീയമായി തോന്നുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ന് തന്നെ മറ്റൊരു കേസ് ശ്രീമതി വീണ, അതായത് മാസങ്ങൾ പ്രായമുള്ളൊരു കുഞ്ഞിനെ ബക്കറ്റിലിട്ട് അമ്മ കൊന്നു, പിന്നീട് ആ അമ്മ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു കേസ് കേരളത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീഷ്മ കഷായത്തിൽ പിന്നെ വിഷം കലർത്തി കാമുകനെ കൊന്നത് നമ്മൾ കണ്ടു. ജോളിയുടെ കൊലപാതക രീതികൾ നമ്മൾ കണ്ടു. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് നെന്മാറയിലെ ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കേസുകൾ സർവ്വസാധാരണം എന്നതുപോലെ കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നടക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഈ കേസിൻ്റെ ഒരു സവിശേഷത ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന പോലെയുള്ള അത്രയും മോശപ്പെട്ട ഒരു മോശമായ, ഏറ്റവും മോശമായ, നീചമായ ചില കഥകൾ, ചില വിവരണങ്ങൾ, ചില സംശയങ്ങൾ, ഇതൊക്കെയാണ് ഈ കൊലപാതകത്തിന് കാരണമായി പുറത്തേക്ക് വരുന്നത്. താങ്കൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് ശ്രീമതി വീണ? അല്ല, തീർച്ചയായും ഇവിടെ ജോർജ് സാറ് പറഞ്ഞപ്പോൾ ഇഡിപ്പസ് കോംപ്ലക്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഇപ്പം നമ്മൾ ഇലന്തൂർ കേസ് നമ്മളെ ഞെട്ടിപ്പിച്ചൊരു കേസാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ജോളിയുടെ കേസ്, അതുപോലെ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കേഡൽ ജിൻസന്റെ ആസ്ട്രൽ പ്രൊജക്ഷൻ, പല തരത്തിൽ പല സ്വാധീനങ്ങൾ, ഗ്രീഷ്മയുടെ കേസ്, ഇതിലൊക്കെ ക്രൈം നടന്നിട്ടുണ്ട്. പല കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കാറ്റലൈസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കേരള സമൂഹത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡീഗ്രഡേഷൻ, അത് സൊസൈറ്റലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡീഗ്രഡേഷൻ, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡീഗ്രഡേഷൻ ഒക്കെ വല്ലാത്തൊരു താളം തെറ്റിയ അവസ്ഥയിലേക്ക് ഈ സമൂഹത്തിനെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ 2 പ്രധാനപ്പെട്ട കണക്കുകൾ എനിക്ക് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ചാണ്ടി ഉമ്മൻ MLA ചോദ്യം നമ്പർ 117 10/6/2024 ചോദിച്ചൊരു ചോദ്യം, അതായത് കുട്ടികൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. അതിൽ 2018 3781 കേസുകൾ വന്നു, തീർപ്പാക്കിയത് 2407. 2023 ആയപ്പോഴേക്കും 5473 ആകുന്നു. 1356 കേസുകൾ മാത്രമാണ് തീർപ്പാക്കുന്നത്. ഇനി കേരളത്തിലെ ഒരു സ്ത്രീ, ഇപ്പം നമ്മൾ പൊതുവെയുള്ള ഒരു ക്രൈമിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് വരുന്നതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ തന്നെ കേരളത്തിലെ ഹൈക്കോടതിയിൽ മൂവ് ചെയ്ത് അവരുടെ ഭർത്താവും പേരൻസ് ഇൻ ലോ അവർ എങ്ങനെയാണ് ഒരു നല്ല ആൺകുട്ടിയെ കൺസീവ് ചെയ്യുന്നതിനെ കുറിച്ച് ഇവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ വിലക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഒരു കേസ് ഒരു സ്ത്രീ കൊടുത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് നിയമസഭയിൽ ചോദിച്ച മറ്റൊരു ചോദ്യം 10/6/2024 ചോദ്യം, 118 നമ്പർ ചോദ്യമായിട്ട്, മുൻ സർക്കാരിൻ്റെ കാലം മുതൽ നാളിതുവരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ എടുത്തിട്ടുള്ള കേസുകൾ, അതിക്രമങ്ങൾ എടുത്തിട്ടുള്ള കേസുകളുടെ കണക്ക് 1,34,917. നിങ്ങൾ ശ്രദ്ധിക്കണം, 1,34,917, അതായത് മുൻ സർക്കാർ മുതൽ ഈ സർക്കാർ വരെ ഇതുവരെ. അതിൽ 5,651 കേസുകളിൽ മാത്രമാണ് പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചിട്ടുള്ളത്. 1,34,900, അതായത് 1,35,000 കേസിൽ 5,651 കേസുകളിൽ മാത്രമാണ് പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചിട്ടുള്ളത്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 2024 ഡിസംബർ വരെ നമ്മുടെ കേരളത്തിൽ 2 ഫീറ്റിസൈഡ് നടന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഒരു ഹോസ്പിറ്റലിൽ പോലും സെക്സ് ഡിറ്റർമിനേഷൻ നടത്താത്ത കേരളം എന്ന് പറയുന്ന ഇത്രയും പുരോഗതിയുള്ള സംസ്ഥാനത്ത് 2 ഫീറ്റിസൈഡ് നടന്നിട്ടുണ്ട് എന്ന് പോലീസ് ഡേറ്റ തന്നെ പറയുന്നു. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് അടിസ്ഥാനത്തിൽ കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 10 കേസ് 2024, അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കല്യാണം കഴിച്ച് 2024 10 കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇൻഫൻറ്റിസൈഡ്,
കുട്ടികളുടെ ഇൻഫൻസിന്റെ കൊലപാതകം 2023 33 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2024 ഡിസംബർ വരെ 23 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ റേപ്പ് കേസ് 2020 ഡിസംബർ വരെ 2161 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങോട്ടാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്? ഭയങ്കര അലാമിംഗ് ആയിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത. സാധാരണ നമ്മൾ ഈ കേരളത്തിന്റെ ക്രൈം റേറ്റുകൾ കൂടുന്നു എന്നത് ചർച്ച ചെയ്യുമ്പോൾ പൊതുവിലായി നമ്മൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ് മറ്റ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ കുറെ കൂടി വളരെ പ്രോഗ്രസീവായ ഒരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഇതുപോലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ വളരെ കൊടും ക്രൂരകൃത്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ നിലയിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നോക്കുമ്പോൾ എപ്പോഴും കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നു. അതൊരു പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ലക്ഷണമായിട്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. ആ ഗണത്തിൽ പെടുത്താൻ കഴിയുന്നതാണോ താങ്കൾ അവതരിപ്പിച്ച കണക്കുകൾ? പക്ഷേ അപ്പോൾ നമ്മുടെ ലോ എൻഫോഴ്സിംഗ് ഏജൻസീസ് എത്രത്തോളം ശക്തമാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അല്ല, പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ലക്ഷണം ക്രൈം റേറ്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ ക്രൈം റേറ്റ് അത് ഗ്രാജുവലി അതിനകത്ത് കണക്കിൽ കുറവ് കൊണ്ടുവരിക. അതായത് ക്രൈം റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയോ? ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് ആക്ഷൻ പോലീസിന്റെയും അതുപോലെ ജുഡീഷ്യറിയുടെയും ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്ന് എടുത്ത് ഗ്രാജുവലി ഇത് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ എന്തെങ്കിലും നടപടികൾ എടുക്കുന്നു എന്ന് ട്രെൻഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകണ്ടേ? അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൂടി വരികയല്ലേ? ഒരു ഗ്രാഫ് വരച്ചാൽ മുകളിലോട്ട് കയറിപ്പോക്കൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു ഡിഫറെന്റ് ഒഫൻസസ് മുകളിലോട്ട് ഗ്രാഫ് കയറി പോവുകയാണെങ്കിൽ അത് പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ലക്ഷണമാണെന്ന് പറഞ്ഞ് നിർവൃതിയാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? അതാണോ ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ചെയ്യുന്നത്? there is another point to be discussed. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ശരിയായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു, അത് ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെട്ടാൽ ആ കുറ്റകൃത്യങ്ങൾ തടയപ്പെടും എന്ന ഒരു ഐഡിയയുടെ പുറത്താണ്, എന്നൊരു ആശയത്തിന്റെ പുറത്താണ് ഈ ചർച്ചയെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രോഗ്രസീവ് ഗ്രാഫ് അല്ല ഉണ്ടാവുക. നേരെ തിരിച്ച് ക്രൈം റേറ്റ് കുറയുന്നതാണ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെ അല്ലല്ലോ ഇവിടുത്തെ കുറ്റവാളികളുടെ പെരുമാറ്റം. നിങ്ങൾ എന്നെ 100 വർഷം തടവിലിട്ട് ശിക്ഷിച്ചോളൂ എന്ന് പറയുന്ന ഈ കൊന്ന് 2 ഇരട്ട കൊലപാതകം നടത്തി ജയിലിലെത്തി ജയിലിലെത്തി ചോറും കോഴിക്കറിയും കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറയുന്ന ക്രിമിനലുകളും താങ്കൾ പറഞ്ഞതുപോലെ ആസ്ട്രൽ പ്രൊജക്ഷൻസ് പോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട് ഞാൻ ഇവരെയൊക്കെ കൊന്ന് എനിക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും എന്ന് കരുതുന്നവരും മന്ത്രവാദികളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിന്നാലെ പോയി അവർ പറയുന്നത് കേട്ട് സ്വന്തം ചോരയിൽ പിറന്നവരെ കുരുതിക്ക് കൊടുക്കുന്നവരും ഒക്കെ അടങ്ങുന്ന ദുരൂഹമായ ഒരു സമൂഹമായി കേരളം മാറിയിരിക്കുന്നതാണ്. ദാറ്റ് ഷുഡ് ബി ദ പോയിന്റ് വിച്ച് ഷുഡ് ബി ദ പ്രൈം ഫോക്കസ് ഓഫ് ദി ഡിസ്കഷൻ. താങ്കൾ പറഞ്ഞ ഭാഗം അനുസരിച്ചാണെങ്കിൽ അതല്ലാതെ ക്രൈം റേറ്റ് കുറയ്ക്കാൻ നമുക്ക് മതിയായ ശിക്ഷ കൊടുത്താൽ കഴിയുമെന്നത് that is an idea which is not going to work anywhere in the society. അല്ല, ഈ ഇടയ്ക്ക് ഒരു അമ്മയെ കൊന്ന മകൻ നിങ്ങൾ എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഞാൻ നിങ്ങളെ കൊല്ലുന്നത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ സമൂഹത്തിലെ സോഷ്യോളജിസ്റ്റുകൾ ഈ സൊസൈറ്റിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഡീഗ്രഡേഷൻ, അതിനകത്ത് കോസറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ്, അതിനെ എങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, ഇതിനെക്കുറിച്ച് അഗാധമായ രീതിയിൽ പഠിക്കേണ്ട. നമ്മൾ ശാസ്ത്രവും അതുപോലെ കണക്കും പഠിക്കുന്നത് പോലെ തന്നെ സൊസൈറ്റിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികൾ, നമുക്ക് നല്ലൊരു സമൂഹം ഉണ്ടായാൽ മാത്രമേ നല്ലൊരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ സാറ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് അത് ഏത് രീതിയിൽ തന്നെ ആയാലും, മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങളായാലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇങ്ങനെ ഇതൊരു സിവിലൈസ്ഡ് സൊസൈറ്റി അല്ലേ? നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി അല്ലേ? ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ അല്ല എങ്കിൽ എവിടെയാണ് നമുക്ക് അത് ഡെഫിനറ്റ്ലി താങ്കൾ പറഞ്ഞത് അത് ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടതാണ്. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന കാര്യം തിരുത്തേണ്ടതാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതിയിലല്ല ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാലും ഞാൻ താങ്കളോട് യോജിക്കുന്നുണ്ട്.